ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 2-ാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും രജിസ്ട്രേഷൻ ഫീസ് അടച്ച് എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഒരു പഠന സഹായി തയ്യാറാക്കിയിട്ടുണ്ട്. പഠന സഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 5 പുസ്തകം ഒന്നിച്ച് വാങ്ങുന്നവർക്ക് ഒരു പുസ്തകം സൗജന്യമായി നൽകുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ലൂക്ക 19-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട്, ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശം. ചോദ്യം 2, ഒലിവുമലയ്ക്കരികെയുള്ള 2 സ്ഥലങ്ങളേവ? ബെത്ഫഗെ, ബെഥാനിയ. 3, ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ ആരെയാണ് നിർദ്ദേശം കൊടുത്തയച്ചത്? 2 ശിഷ്യന്മാരെ. 4, ഒലിവുമലയ്ക്കരികെയുള്ള ബെത്ഫഗെ, ബെഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ 2 ശിഷ്യന്മാരെ എന്തു നിർദ്ദേശം കൊടുത്താണ് അവൻ അയച്ചത്? എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരിക. 5, എവിടെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? എതിരെ കാണുന്ന. 6, അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്ത്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത. 7, ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കാണുമ്പോൾ എന്തു ചെയ്യുക എന്നാണ് പറയുന്നത്? അതിനെ അഴിച്ചു കൊണ്ടുവരിക. 8, നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു പറയണം എന്നാണ് യേശു പറയുന്നത്? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. 9, ആർക്ക് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക എന്നാണ് പറയുന്നത്? കർത്താവിന്. 10, അയക്കപ്പെട്ടവർ പോയി. ആര് പറഞ്ഞതുപോലെയാണ് കണ്ടത്? യേശു. 11, യേശു പറഞ്ഞതുപോലെ കണ്ടതാര്? അയക്കപ്പെട്ടവർ. 12, അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ ആരാണ് അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചത്? അതിന്റെ ഉടമസ്ഥർ. 13, അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥർ അവരോട് ചോദിച്ചതെന്ത്? നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? 14, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ച അതിന്റെ ഉടമസ്ഥരോട് അയക്കപ്പെട്ടവർ പറഞ്ഞതെന്ത്? കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. 15, കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അതിന്റെ ഉടമസ്ഥരോട് പറഞ്ഞ ശേഷം അവർ ചെയ്തതെന്ത്? അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 16, അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം ചെയ്തതെന്ത്? തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. 17, തങ്ങളുടെ വസ്ത്രങ്ങൾ അവർ എവിടെയാണ് വിരിച്ചത്? കഴുതക്കുട്ടിയുടെ പുറത്ത്. 18, തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച അവർ ആരെയാണ് ഇരുത്തിയത്? യേശുവിനെ. 19, അവൻ കടന്നു പോകുമ്പോൾ അവർ എവിടെയാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചത്? വഴിയിൽ. 20, അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ എന്താണ് വിരിച്ചത്? തങ്ങളുടെ വസ്ത്രങ്ങൾ. 21, ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് താങ്കൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപം എത്തിയപ്പോൾ. 20, അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ആരാണ് സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ശിഷ്യഗണം മുഴുവൻ. 23, ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എന്തിനെപ്പറ്റിയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? അത്ഭുത പ്രവൃത്തികളെപ്പറ്റി. 24, ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത് എന്ത്? കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. 25, കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് ആർത്തു വിളിച്ചതാര്? ശിഷ്യഗണം മുഴുവൻ.
26 ആര് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ്. 27 എവിടെ സമാധാനം എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? സ്വർഗത്തിൽ. 28 എവിടെ മഹത്വം എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? അത്യുന്നതങ്ങളിൽ. 29 ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. ആരാണിത് പറഞ്ഞത്? ചില ഫരിസയർ. 30 ലൂക്ക 19:39 ഫരിസയർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഗുരു. 31 എവിടെ ഉണ്ടായിരുന്ന ചില ഫരിസയരാണ് ഗുരു നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് പറഞ്ഞത്? ജനക്കൂട്ടത്തിൽ. 32 ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസയർ ആരെ ശാസിക്കുക എന്നാണ് അവനോട്, യേശുവിനോട് പറഞ്ഞത്? നിന്റെ ശിഷ്യന്മാരെ. 33 നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ഫരിസയർ പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചതെന്ത്? ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 34 ആര് മൗനം ഭജിച്ചാലാണ് ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് യേശു പറയുന്നത്? ഇവർ, അതായത് ശിഷ്യന്മാർ. 35 ഇവർ മൗനം ഭജിച്ചാൽ ആര് ആർത്തു വിളിക്കും എന്നാണ് യേശു പറഞ്ഞത്? ഈ കല്ലുകൾ. 36 ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ എന്തു ചെയ്യുമെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ആർത്തു വിളിക്കുമെന്ന്. 37 അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ പ്രതിപാദിക്കുന്ന പട്ടണമേത്? ജെറുസലേം. 38 അവൻ അടുത്തു വന്ന് എന്തു കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞത്? പട്ടണം. 39 അവൻ അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞതെന്ത്? സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. 40 എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏവ? സമാധാനത്തിനുള്ള മാർഗങ്ങൾ. 41 എങ്ങനെയുള്ള ദിവസങ്ങൾ വരുമെന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറയുന്നത്? ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. 42 ആര് നിനക്ക് ചുറ്റും പാളയമടിക്കും എന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറയുന്നത്? ശത്രുക്കൾ. 43 ശത്രുക്കൾ എവിടെ നിന്നാണ് നിന്നെ ഞെരുക്കുന്ന ദിവസങ്ങൾ വരുമെന്ന് യേശു പറയുന്നത്? എല്ലാ ഭാഗത്തു നിന്നും. 44 ആരെയെല്ലാം നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറയുന്നത്? നിന്നെയും നിന്റെ മക്കളെയും. 45 നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. ഇതിനു കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. 46 നിന്റെ എന്ത് നീ അറിഞ്ഞില്ല എന്നാണ് പട്ടണത്തെ നോക്കിക്കൊണ്ട് യേശു പറയുന്നത്? സന്ദർശന ദിനം. 47 ലൂക്ക 19 അധ്യായത്തിന്റെ 4 തലക്കെട്ട് ദേവാലയ ശുദ്ധീകരണം. 48 എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എവിടെയാണ് പ്രവേശിച്ചത്? ദേവാലയത്തിൽ. 49 യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ചെയ്തതെന്ത്? അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. 50 യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. 51 അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? യേശു ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട്. 52 എൻ്റെ ആലയം എന്തെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? പ്രാർത്ഥനാലയം. 53 എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അതിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? കവർച്ചക്കാരുടെ ഗുഹയായി. 54 യേശു ദിവസവും ദേവാലയത്തിൽ ചെയ്തിരുന്നത് എന്ത്? പഠിപ്പിച്ചിരുന്നു. 55 യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ദേവാലയത്തിൽ. 56 ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്ന യേശുവിനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കൊണ്ടിരുന്നത് ആരെല്ലാം? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും.
57 പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും എന്താണ് അന്വേഷിച്ചു കൊണ്ടിരുന്നത്? യേശുവിനെ, വാക്യത്തിൽ അവനെ എന്നാണ് പറയുന്നത്, നശിപ്പിക്കാനുള്ള മാർഗം. 58 പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗമന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണമെന്ത്? ജനങ്ങളെല്ലാം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. 59 ആരാണ് അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നത്? ജനങ്ങളെല്ലാം. 60 ജനങ്ങളെല്ലാം അവന്റെ എന്തിൽ മുഴുകിയാണ് അവനെ വിട്ടുപോകാതെ നിന്നത്? വാക്കുകളിൽ. ഇങ്ങനെ 60 ചോദ്യങ്ങളാണ് ലൂക്ക 19 അധ്യായത്തിന്റെ 2 ഭാഗത്ത് തയ്യാറാക്കുന്നത്. 20, 21 അധ്യായങ്ങളുടെ വീഡിയോ നാളെയും മറ്റന്നാളുമായി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മോക്ക് ടെസ്റ്റ് നടത്തുന്ന ദിവസം തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയുന്നില്ല എന്നൊരു പരാതി പലരും പറയുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനിയുള്ള വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ കുറച്ചധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും നന്നായി പഠിക്കുക. വീഡിയോ കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ബൈബിളും വായിക്കുക. വചനം കാണാതെ പഠിക്കുക. അതിനൊരു പരമ്പര നാം നടത്തുന്നുണ്ട്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജൂൺ 1 നമ്മുടെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. എല്ലാവരും കൃത്യമായി രജിസ്റ്റർ ചെയ്യാൻ പരിശ്രമിക്കുക. നിങ്ങളുടെ ഇടവകളിൽ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് 1-2 പുസ്തകം വാങ്ങി സംഭാവനയായി കൊടുക്കുന്നതും ഒരു അനുഗ്രഹമാണ്. അതിന് കഴിയുന്ന ആളുകൾ അതുകൂടി ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.